ദേ ഈ കാണുന്ന വീഡിയോ കണ്ടോ? 60,000-ഓളം പേര് വടക്ക് പടിഞ്ഞാറ് ആഫ്രിക്കൻ ഭൂഖണ്ഡമായ മൊറോക്കോയിൽ നിന്നും 60,000-70,000 പേര് സ്പെയിനിലോട്ട് കടല് നീന്തി ഗൾഫ് ഓഫ് ജിംബൾട്ടർ കടല് കടന്ന് നീന്തിയുമൊക്കെ സ്പെയിനിലോട്ട് എൻ്റർ ചെയ്യുന്ന ഒരു കാഴ്ചയാണിത്. ഈ മൊറോക്കോ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അവിടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അപ്പോൾ അവിടുത്തെ യുവാക്കൾ കൂടുതൽ തൊഴിലിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സ്പെയിനിലോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ. ഈ സ്പെയിനിൽ തന്നെ ഈ മൊറോക്കോയിലുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട്. അവരുടെ സ്പെയിനിലെ ഗവൺമെൻറ് ഇപ്പം അവർക്ക് വർക്ക് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ സെൻസസ് എടുത്തപ്പം ഏകദേശം 12,000-ഓളം പേര് എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ മൊറോക്കോയിലെ ആളുകൾ അവിടെ ഉണ്ടെന്ന് കാണുകയും അവർക്കെല്ലാം പെർമിറ്റ് കൊടുക്കുകയും ചെയ്തു, വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നതോടുകൂടി ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇന്ന് കണ്ടതുപോലെ 60,000-70,000 ആളുകൾ കടൽ മാർഗവും കടന്ന് നീന്തിയും നടന്നും ഒക്കെ ബോർഡർ ക്രോസ് ചെയ്ത് സ്പെയിനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് സ്പെയിനിലെ അവസ്ഥ. നമുക്കറിയാം പോളണ്ട് എങ്ങനെയാണ് ഈ പലായനം ചെയ്ത അഭയാർത്ഥികൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. ഇനി സ്പെയിനിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ കാണണം. ഈ കാണുന്ന വീഡിയോ കണ്ടോ? 60,000-ഓളം പേര് വടക്ക് പടിഞ്ഞാറ് ആഫ്രിക്കൻ ഭൂഖണ്ഡമായ മൊറോക്കോയിൽ നിന്നും 60,000-70,000 പേര് സ്പെയിനിലോട്ട് കടല് നീന്തി ഗൾഫ് ഓഫ് ജിംബൾട്ടർ കടല് കടന്ന് നീന്തിയുമൊക്കെ സ്പെയിനിലോട്ട് എൻ്റർ ചെയ്യുന്ന ഒരു കാഴ്ചയാണിത്. ഈ മൊറോക്കോ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അവിടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അപ്പോൾ അവിടുത്തെ യുവാക്കൾ കൂടുതൽ തൊഴിലിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സ്പെയിനിലോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ. ഈ സ്പെയിനിൽ തന്നെ ഈ മൊറോക്കോയിലുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട്. അവരുടെ സ്പെയിനിലെ ഗവൺമെൻറ് ഇപ്പം അവർക്ക് വർക്ക് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ സെൻസസ് എടുത്തപ്പം ഏകദേശം 12,000-ഓളം പേര് എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ മൊറോക്കോയിലെ ആളുകൾ അവിടെ ഉണ്ടെന്ന് കാണുകയും അവർക്കെല്ലാം പെർമിറ്റ് കൊടുക്കുകയും ചെയ്തു, വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നതോടുകൂടി ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇന്ന് കണ്ടതുപോലെ 60,000-70,000 ആളുകൾ കടൽ മാർഗവും കടന്ന് നീന്തിയും നടന്നും ഒക്കെ ബോർഡർ ക്രോസ് ചെയ്ത് സ്പെയിനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ്